ഹായ് എവരി വൺ. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഗ്രോത്തിന്റെ ക്ലാസ്സസ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 1 മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫങ്ഷനിങ് ആണ്. ഓക്കെ, ആദ്യം തന്നെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് അറ്റ് ദ ഓൺസെറ്റ് ഓഫ് അഡോളസെൻസ്. അപ്പൊ നമുക്ക് എന്താണ് അഡോളസെൻസ് എന്നുള്ളതിന് തുടങ്ങാം. അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു പീരീഡ് നമ്മുടെ അഡൾട്ട്ഹുഡിന്റെയും ചൈൽഡ്ഹുഡിന്റെയും ഇടയ്ക്കുള്ള ഒരു പീരീഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു കുട്ടീനെ ഒരു അഡൾട്ട് ലൈഫിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് അഡോളസെൻസ്. അതുകൊണ്ട് തന്നെ അതിൽ ശാരീരികപരമായിട്ട്, അതുപോലെ നമുക്ക് ബുദ്ധിപരമായിട്ട്, നമ്മുടെ സാമൂഹികപരമായിട്ട്, ഇമോഷണലി എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഡി ലാർജിന്റെ ഒരു കമ്പാരിസൺ ഉണ്ട്. ഡി ലാർജ് അഡോളസെൻസ് പീരീഡിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് ഒരു ബിൽഡിംഗ് ഹൗസ് ആയിട്ടാണ്. ഓക്കെ, ആ ഒരു ബിൽഡിംഗ് ഹൗസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും. അങ്ങനെ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെല്ലാം സ്ട്രഗിൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരിക്കും ഉണ്ടാക്കിയിരുന്ന സമയത്ത്, അല്ലെ? പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്താലോ നമുക്ക് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ടൊരു വീട് കിട്ടും. അതുപോലെ തന്നെയാണ് അഡോളസെൻസ് എന്നുള്ളതാണ് ഡി ലാർജ് പറയുന്നത്. നമ്മളൊരു ബിൽഡിംഗ് ഹൗസ് പോലെയാണ്. നമുക്ക് അത് ആ ഒരു പീരീഡിൽ നമുക്ക് വളരെയധികം ഡിസ്റ്റർബിംഗ് ആണ്, നോയ്സി ആണ്, അൺകംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിവാർഡിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ ഡി ലാർജ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ അഡോളസെൻസ് എന്നുള്ള ഒരു ടേമിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള അഡോളസിയർ എന്നുള്ള ഒരു വേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ടു ഗ്രോ എന്നുള്ളതാണ് അഡോളസെൻസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് നമുക്ക് ജീൻ പിയാഷെന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാനുണ്ട്. ജീൻ പിയാഷെന്റെ ഒരു കാഴ്ചപ്പാടിൽ അഡോളസെൻസ് എന്ന് പറയുന്നത് ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ഒരു അഡൾട്ട് സൊസൈറ്റിയിലേക്ക് സംയോജിപ്പിച്ച് വരുന്ന ഒരു സമയമാണ് അഡോളസെൻസ് എന്നുള്ളതാണ് ജീൻ പിയാഷെന്റെ ഒരു കാഴ്ചപ്പാട്. ആ ഒരു സമയത്ത് നമ്മൾ ഈ കുട്ടീനെ ഒരു കുട്ടിയായിട്ടും ഒരു അഡൾട്ടായിട്ടും കാണാതെ നമ്മൾ ഇതിന്റെ ഒരു ഇടയ്ക്കിട്ടിട്ടായിരിക്കും ഇവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജീൻ പിയാഷെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഈ ഒരു സൊസൈറ്റി ഓഫ് അഡൾട്ട് അല്ലെങ്കിൽ അഡൾട്ട് സൊസൈറ്റിയിലേക്ക് സംയോജിപ്പിച്ച് വരുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഇമോഷണൽ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. കൂടാതെ തന്നെ എന്തുണ്ടായിരിക്കും അവിടെ, നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ തിങ്കിങ്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ മെമ്മറി, ആ വക കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റും എന്താണ് നമ്മുടെ ഈ ഒരു അഡൾട്ട് സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഒരു ഇൻഡിവിജ്വലിനെ എന്നുള്ളതാണ് ഈ ഒരു ഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു അഡോളസെൻസ് പീരീഡിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഈ ഒരു യൂണിറ്റ് മൊത്തം ഈ പറഞ്ഞ പോലത്തെ ഉള്ള ഓരോ ചേഞ്ചസ് കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അഡോളസെൻസ് പീരീഡിൽ ഒരു കുട്ടി നമ്മൾ അഡൾട്ട് ആവാൻ വേണ്ടി പ്രിപ്പയർഡ് ആവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിത്വമൊക്കെ മാറി ഒരു അഡൾട്ട് ആവുമ്പോ തന്നെ ഈ കുട്ടി ഫോളോ ചെയ്തു വന്നിരുന്ന ഒരുപാട് ഹാബിറ്റ് അല്ലെങ്കിൽ ആ കുട്ടി ചിന്തിച്ചിരുന്ന രീതി എല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ മാറ്റുമ്പോൾ ഈ ഒരു അഡോളസെൻസ് പീരീഡിൽ ഈ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്യും? ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ ഒരു രൂപം, കാര്യങ്ങൾ, അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അവർ ഇമാജിൻ ചെയ്ത പോലെ ആയിരിക്കണം എന്നില്ല. അതും ഈ കുട്ടികളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ ഇവരത് അക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥ, ഇങ്ങനത്തെ ചേഞ്ചസ് എന്റെ ബോഡിയിൽ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥേനെ അംഗീകരിക്കാത്തൊരവസ്ഥ വരുമ്പോ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവർക്ക് സ്ട്രെസ് ഫീൽ ചെയ്യും. മെല്ലെ 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 അവർ ഈ ചേഞ്ചസിനോട് എന്ത് ചെയ്യാണ്? ഈ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവര് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട്, അപ്പോ പെൺകുട്ടികളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു സമയം കൂടെയാണ് ഈ അഡോളസെൻസിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഒരു പുതിയൊരു ആളായി മാറാൻ വേണ്ടി നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അഡൾട്ട് സൊസൈറ്റിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ നമ്മുടെ ഇമോഷൻസിനെ മാറ്റിമറിക്കും. കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമോഷൻസിനൊക്കെ ഒരു ഇൻസ്റ്റെബിലിറ്റി വരും. അതാണ് ഇവിടെ പറയുന്നത്. അവർക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുപോലെ തന്നെ ഓരോ വർഷം കൂടുന്തോറും ഇവരുടെ ഈ ഒരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ
അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെടാനൊക്കെ ഉള്ള ആ ഒരു കഴിവിനെ ഇങ്ങനെ കൂട്ടി 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 വരികയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റീനെ സ്റ്റേബിൾ ആക്കി മാറ്റാൻ വേണ്ടി ഈ ഓരോ വർഷം അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് പറയാനുള്ളതാണ് എറിക് എറിക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ തിയറിയിൽ ആൾ ഒരു 8 ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറയുന്നുണ്ട്. അപ്പൊ എറിക്സനെ സംബന്ധിച്ചിടത്തോളം ഒരാള് ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത സ്റ്റേജിലേക്ക് പോവില്ല എന്നാണ് എറിക് എറിക്സൺ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതും ഇതിന്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാനായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. അഡോളസൻസ് പീരിയഡിൽ കുട്ടികൾ ഒന്നും കൂടി ലോജിക്കലി തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഒരു ആപ്പിൾ എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡോളസൻസ് പീരിയഡിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് വരിക. ആപ്പിൾ എന്ന് പറയുമ്പോൾ ആ കുട്ടി ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ആപ്പിൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് എന്നുള്ളതാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈഗോസെൻട്രിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് മറ്റുള്ളവരും അവരുടെ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അവബോധം അവർക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, അതാണ് ഈഗോ സെൻട്രിസം. എന്നെ ബാക്കിയുള്ളവര് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. ഈഗോ സെൻട്രിക് ആവും കുട്ടി. ഓക്കെ, സെൽഫ് സെന്റേർഡ്നെസ് എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് കോൺഷ്യസ്നെസ്, സ്വന്തം വീക്ക്നെസ്, അതുപോലെ സ്വന്തം സ്ട്രെങ്ത്, സ്വന്തം കാര്യങ്ങളിലുള്ള ഒരു പ്രാവണ്യത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാനായിട്ട് തുടങ്ങും. ഓക്കെ, ഈ ഈഗോ സെൻട്രിസം അതുപോലെ സെൽഫ് സെന്റേർഡ്നെസ്സും നമുക്ക് കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റും. രണ്ടും സെൽഫ് ഡെവലപ്മെന്റിന് നിൽക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്സ്. അതിൽ നമുക്ക് പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫാമിലിനെക്കാട്ടിലും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് പോവുക അവരുടെ സമപ്രായക്കാരിലാണ്. അവരുടെ താല്പര്യങ്ങളാവട്ടെ, അവരുടെ അപ്പിയറൻസ് ആവട്ടെ, അവരുടെ ബിഹേവിയർ ആവട്ടെ, അവരുടെ സംസാരമാവട്ടെ, എന്തും അവരുടെ സമപ്രായക്കാരുമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ അവരുടെ സമപ്രായത്തിലുള്ള കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ അവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം, അവർ ബിഹേവ് ചെയ്യുന്ന രീതി ഒക്കെ ഇവർ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസിന്റെ സാധ്യത അവർ കൂട്ടും. ഓക്കെ, അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞു ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ലിറ്റിൽ ബിറ്റ് ചലഞ്ചിങ് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേനും എന്താവാണ്, അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ അവരുടെ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നതിലൂടെ അവർക്ക് എന്താണ്, അവരുടെ പുതിയ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ അവർ സോഷ്യലി ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ അവരുടെ സെൽഫ് ഇമേജിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അവബോധം കൂടുകയും അതുപോലെ അവരുടെ അപ്പിയറൻസിൽ, അവരുടെ അച്ചീവ്മെന്റ്സിൽ, ഇൻഡിപെൻഡൻസ്, അവരുടെ എഡ്യൂക്കേഷൻ വാല്യൂസ്, ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവരൊരു സൊസൈറ്റിയിൽ കൂടുതലായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇനിയാണ് നമുക്ക് പറയാനുള്ളത് ഫിസിക്കൽ ചേഞ്ചസിൽ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളതാണ് ഹോർമോണൽ ചേഞ്ചസ്. നമുക്കറിയാം നമ്മളൊരു പ്രായമാകുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഒരു മെയിൽ ബോഡിയിൽ 13 to 15 ആ ഒരു പ്രായപരിധിയിലാണ് ഇത് തുടങ്ങുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട്, അത് ഗൊണാഡോട്രോപിക് ഹോർമോൺസിനെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിക്കിൾസ്, മെയിൽ ബോഡിയിലുള്ള ടെസ്റ്റിക്കിൾസ് ഒന്നുകൂടെ മെച്ചുവർ ആവുകയും പിന്നീട് ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മെയിൽ ഹോർമോൺ ഉണ്ട്, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, പിന്നെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഈ ആൺകുട്ടികളിൽ പെട്ടെന്നാണ് അവരുടെ ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസങ്ങൾ കാണുക. അതുപോലെ അവരുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആവുകയും പിന്നീട് അവരൊരു അഡൾട്ട് എന്നുള്ളൊരു ബോഡിയിലേക്ക് അവരുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവരുടെ വോയിസിന്റെ വോയിസ് ഒന്നും കൂടി ഡീപ്പ് ആവുകയും ഒന്ന് റഫ് ആവുകയും ചെയ്യും. ഓക്കെ, ഒരു അഡൾട്ട് പിച്ചിലേക്ക് കുറച്ച് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ആൺകുട്ടികളിൽ പെട്ടെന്നാണ് ഈ ഒരു വോയിസിലൊക്കെ ഉള്ള ചേഞ്ചസ്, അവരുടെ കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ നമുക്ക് തന്നെ അത് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അവര് ഭയങ്കര റഫ് ആയിട്ട് ഒരു പിച്ച് വരും അവരുടെ വോയിസിൽ. പിന്നെ ഹെയർ ഗ്രോത്ത് നമുക്കറിയാം ഒരു അഡോളസൻസ് പീരീഡിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ഹെയർ ഗ്രോത്ത് വരും. അണ്ടർ ആംസില്, ജെനിറ്റൽസിന്റെ അടുത്തായിട്ട്, ആനസിന്റെ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറെ ഹെയർ ഗ്രോത്ത് ഒക്കെ കണ്ടുവരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ താടിയൊക്കെ വരാനായിട്ട് തുടങ്ങും, താടി, മീശ ഒക്കെ വരാനായിട്ട് തുടങ്ങും. അവരുടെ ചെസ്റ്റിലും അബ്ഡോമിനിലും ഒക്കെ ഹെയർ ഗ്രോത്ത് കാണാനായിട്ട് തുടങ്ങും.
പിന്നെ അതുപോലെ ചില ആൺകുട്ടികളിൽ അവരുടെ ബ്രസ്റ്റിന് ചെറിയൊരു സ്വെല്ലിങ് കാണാം. അത് നോർമൽ ആണ്, ടെമ്പററി ആയിട്ട് ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ മാസങ്ങളും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അത് നോർമൽ ആയിട്ട് മാറുകയും ചെയ്യാം. ഓക്കെ, അതങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ജെനിറ്റൽ ഡെവലപ്മെന്റിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ടെസ്റ്റിക്കിൾസും പെനിസിനും ആണ് മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ കാണുക. പെനിസ് ഒന്നും കൂടി നീളം വെക്കുകയും ഒന്നുകൂടി സ്ട്രോങ് ആവുകയും ചെയ്യും. ടെസ്റ്റിക്കിൾസ് ഒന്നും കൂടി സ്ക്രോട്ടത്തിലുള്ള ടെസ്റ്റിക്കിൾസ് ഒന്നും കൂടി എൻലാർജ് ആവുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റിക്കിൾസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിന്റെ അർത്ഥം ആ കുട്ടി ഒരു അച്ഛനാവാൻ വേണ്ടിയിട്ട് ക്യാപ്പബിൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സ്പേം പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങുന്നത് ആ ഒരു സമയത്താണ്. ഇനിയാണ് നമുക്ക് പറയാനുള്ളത് സ്ക്രോട്ടം ആൻഡ് ടെസ്റ്റിക്കിൾസ്. ഓക്കെ, രണ്ട് ടെസ്റ്റിസ് നിങ്ങൾക്ക് കാണാനില്ല ആ പിക്ചറിൽ, അതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മേജർ ആയിട്ടുള്ള സെക്ഷൽ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഈ രണ്ട് ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ സ്ക്രോട്ടം ആണ് ഈ രണ്ട് ടെസ്റ്റിക്കിൾസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു വേർഡ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ടെസ്റ്റിഫൈ എന്നുള്ള വേർഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. വിറ്റ്നസ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ഒരു സ്ക്രോട്ടത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് വെച്ചാല് ഒരു സാക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇതിനുണ്ടായിരിക്കുക. ഒരു സഞ്ചി പോലെയാണ് ഉണ്ടാവുക. അത് രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു ടെസ്റ്റിസ്, ഒരു എപ്പിഡൈമിസ്, ഒരു വാസ് ഡിഫറൻസിന്റെ ഒരു പാർട്ട് ഓഫ് ദ വാസ് ഡിഫറൻസ് എന്ന് പറയും. അതാണ് ഒരു കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുക. ഇതിൽ ഈ എപ്പിഡൈമിസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്കിന്നിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്ലാൻസ് ഉണ്ടായിരിക്കും, കുഞ്ഞു പിമ്പിൾസ് പോലെ ഗ്ലാൻസ് ഉണ്ടായിരിക്കും. അത് നോർമൽ ആണ്. ഓക്കെ, നമ്മുടെ ഈ സ്ക്രോട്ടത്തിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഈ ടെസ്റ്റിസ് ഉണ്ടല്ലോ, രണ്ട് ടെസ്റ്റിസ് നമ്മൾ കണ്ടില്ലേ, ആ ടെസ്റ്റിസിനെ ഒരു എക്സ്റ്റേണൽ ഇഞ്ചുറിയിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ക്രോട്ടത്തിന്റെ പരിപാടി. ഓക്കെ, പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ട്, സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്. മിനിമം ടെമ്പറേച്ചറിൽ നമ്മുടെ ടെസ്റ്റിസിനെ കീപ്പ് ചെയ്യുന്ന ആളാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂളർ ആയിട്ട് നമ്മുടെ ടെസ്റ്റിസിനെ വെച്ചുകൊണ്ട് സ്പേം പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സ്ക്രോട്ടം. ഓക്കെ, പിന്നെ രണ്ട് ടെസ്റ്റിസും ഒരു ടഫ് ഫൈബ്രസ് ഷീത്തിൽ നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും രണ്ട് കമ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ ഈ സ്ട്രക്ചറിലുള്ള പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒരു ഓർഗൻ സ്വെല്ല് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് എക്സ്പാൻഡ് ആവില്ല. ഓക്കെ, അത് ടിഷ്യൂസിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡാമേജ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെറിലിറ്റി ഉണ്ടാവുകയും പിന്നീട് എന്താണ് നമുക്ക് ഈ സ്പേം പ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് ഒന്നും ഫങ്ഷൻ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരെ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് പറയാനുള്ളത്. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്പേം പ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. ഓക്കെ, അതൊരു കൂളർ എൻവയോൺമെന്റിലാണ് നമുക്ക് ഈ സ്പേം പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രോട്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും 5 ഡിഗ്രി സെൽഷ്യസ് കൂളർ ആയിട്ട് ഈ ടെസ്റ്റിസിനെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നോർമൽ ആയിട്ട് സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്തുകൊണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് സ്ക്രോട്ടം ആണ് നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കണേ. ഈ സ്ക്രോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ പുറത്താണ്, ഔട്ട്സൈഡ് ദ ബോഡിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. കാരണം നമ്മുടെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, അതുകൊണ്ട് സ്പേം ഡെവലപ്മെന്റിന് അത് ഒരു കൂടുതൽ ടെമ്പറേച്ചർ ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ സ്ക്രോട്ടത്തിലുള്ള മസിൽ ഫൈബേഴ്സ് ഉണ്ട്. അത് കോൾഡ് വെതർ ആവുമ്പോൾ കോൺട്രാക്ട് ആവും, അല്ലെങ്കിൽ ഒരു സെക്ഷൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമ്പോൾ അത് കോൺട്രാക്ട് ആവും. സ്ക്രോട്ടം ചെറുതാവുകയും ടൈറ്റ് ആവുകയും ചെയ്യും. എന്നാൽ വാം കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രോട്ടം റിലാക്സ് ചെയ്തിട്ട് പിന്നെ എന്താ ഉണ്ടാവുക, ഒരു പിയർ ഷേപ്ഡ് ആയിട്ട് മാറും ഈ സ്ക്രോട്ടം എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി, ഇതിനിങ്ങനെ കോൺട്രാക്ട് ചെയ്യാനും അതുപോലെ റിലാക്സ് ചെയ്യാനും ഉള്ള ഒരു ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയാ സ്ക്രോട്ടം ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ചെന്ന പിക്ചറിൽ ഉണ്ടായിരുന്നു, രണ്ട് ഓവൽ ഷേപ്ഡ് ഗ്ലാൻസ് ആണ്. സ്ക്രോട്ടത്തിൽ കാണുന്ന രണ്ട് ഓവൽ ഷേപ്ഡ് ഗ്ലാൻസ് ആണ് എന്ത് പറയുന്നത്, ടെസ്റ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്, ടെസ്റ്റിസ്. ഓക്കെ, ഒരു 14 വയസ്സ് വരെ ഇത്
ചെറുതായിട്ടായിരിക്കും കാണുക. അഡൾട്ട് സൈസിനെക്കാട്ടിലും 10% ചെറുതായിട്ടാണ് നമുക്ക് കാണുക. പക്ഷെ 14 വയസ്സിന് ശേഷം അത് പെട്ടെന്ന് ഒരു വളർച്ചയിൽ എത്താൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഒരു 1-2 വർഷത്തിന് ഒരു പെട്ടെന്നുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും. പിന്നെ ആ ഗ്രോത്ത് ഒന്ന് സ്ലോ ആവും. പിന്നെ ഒരു 21 വയസ്സാകുമ്പോഴത്തേനും ഇതൊരു അതിന്റെ ഒരു ഫുൾ ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫുൾ മെച്യൂർഡ് ആയിട്ട് ഇത് മാറും ടെസ്റ്റിസ് 21 വയസ്സാകുമ്പോഴത്തേനും. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇന്റേണൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേനും ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ സെൽസ് ഓഫ് ലേഡിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെല്ലുണ്ട്. അത് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഇത് കാണുക. ഇവിടെയാണ് നമ്മുടെ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ വിസിബിൾ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവിടെയാണ് അത് സെക്രീറ്റ് ആവുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾ എന്താണ്? അതൊരു ഒരുപാട് ലാർജ് നമ്പർ ഫൈൻ ആണ്. അതുപോലെ അതൊരു ഹെയർ ലൈക്ക് ട്യൂബ്യൂൾ ആണ് ഉണ്ടാവുക. അവിടെയാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിലാണ്. ഓക്കെ, ഇത് പ്യൂബർട്ടിയിലാണ് ഇതിന്റെ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. പിന്നെന്ന് പറയുന്നത് ഈ ടെസ്റ്റിസ് മെയിൽ ഫീറ്റസിന്റെ അബ്ഡോമെനിലാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ബർത്തിന് ശേഷമാണ് ഇത് എന്താ പറയാ ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, ഫോം ചെയ്ത് വരുന്നതല്ല, അത് നോർമലി ഡിസെൻഡ് ചെയ്യുന്നത്, സ്ക്രോട്ടത്തിലോട്ട് ഡിസെൻഡ് ചെയ്യുന്നത് നമ്മുടെ ജനിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിൽക്കുന്നത്. പിന്നെ മെയിൻ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ അതുപോലെ ഈസ്ട്രജൻ ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അതുപോലെ തന്നെ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മോൾ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റിസ് ആണെങ്കിലും നമ്മുടെ ലിവർ അഡീഷണലി അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 പറയാനായിട്ടുള്ളത്. ഇതിൽ പറഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള പല പാർട്സും ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് വരുന്ന പാർട്സിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്.